പാപത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ഏവർക്കും യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിന് സുവിശേഷം 9-ാം അധ്യായം 42 മുതൽ 50 വരെയുള്ള വാക്യങ്ങളാണ്. നിന്റെ കൈ നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് വെട്ടിക്കളയുക. ഇരുകൈകളുമായി നരകത്തിലേക്ക് കെടാത്ത അഗ്നിയിലേക്ക് പോകുന്നതിനേക്കാൾ വികലാംഗനായി ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് നിങ്ങൾക്കു നല്ലത്. 3 സത്യങ്ങൾ ഈ സുവിശേഷത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാനാകും. 1. പാപം നൽകുന്നതിൽ ഉള്ള ദുരന്തം. 2. പാപത്തിനെതിരായ യുദ്ധം. 3. നിങ്ങൾ പരീക്ഷിക്കപ്പെടും എന്ന സത്യം. 1. പാപം നൽകുന്നതിൽ ഉള്ള ദുരന്തം. ദൈവത്തിൻ്റെ മക്കളിൽ ഒരാളെ, അതായത് ദൈവത്തിൻ്റെ അനുയായികളിൽ ഒരാളെ ചിത്രീകരിക്കാൻ യേശു ഉപയോഗിച്ചത് യേശുവിൻ്റെ കരങ്ങളിലുള്ള കുട്ടിയെയാണ്. ചെറിയവർ എന്നാണ് കർത്താവ് അവരെ സൂചിപ്പിക്കുന്നത്. യേശുവിൽ വിശ്വസിക്കുന്നവനെ പാപം ചെയ്യിക്കരുത് എന്നാണ് യേശു പറയുന്നതിൻ്റെ അർത്ഥം. യേശുവിൻ്റെ മക്കളെ യേശുനാഥൻ ഏറ്റവും ചെറിയ ഒരു ശിശുതുല്യമായി സ്നേഹിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതുപോലെയുള്ള ഒരു വ്യക്തിയെ നീ പാപത്തിലേക്ക് വീഴ്ത്തുകയാണെങ്കിൽ, പാപം നൽകുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ ശാപമായി മാറും എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവനെ പാപം ചെയ്യിക്കരുത് എന്നാണ് യേശു പറയുന്നത്. കർത്താവായ യേശുവിൽ നിന്ന് ആരെങ്കിലും ഇടറി വീഴാൻ ഇടവരരുത് അഥവാ വരുത്തരുത്. ഇത് യേശുവിന് എത്ര പ്രധാനമാണെന്ന് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ആരെയെങ്കിലും പാപം ചെയ്യാൻ ഇടയാക്കിയാൽ നിങ്ങളുടെ കഴുത്തിൽ ഒരു വലിയ തിരികല്ല് കെട്ടി കടലിൽ എറിയുന്നതാണ് നല്ലത്. ഇത് അതിരു കടന്നതായി നമുക്ക് തോന്നും. എന്തുകൊണ്ടാണ് യേശു ഇത് പറയുന്നത്? എന്തുകൊണ്ടാണ് അത്തരമൊരു തീവ്രമായ ദൃഷ്ടാന്തം ഉപയോഗിക്കുന്നത്? നമ്മുടെ സന്ദർഭവുമായി പൊരുത്തപ്പെടുന്നതിന് നാം നമ്മെക്കുറിച്ച് ചിന്തിക്കാത്തത് എത്ര പ്രധാനമാണെന്ന് നാം കാണണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. പാപത്തിൻ്റെ ഗൗരവവും അതുണ്ടാക്കുന്ന അനന്തരഫലത്തിൻ്റെയും ചിന്തയോടുകൂടിയാണ് കർത്താവ് ഇത് പറഞ്ഞു വയ്ക്കുന്നത്. 2. പാപത്തിനെതിരായ യുദ്ധം. എന്നാൽ ഇത് പാപത്തിനെതിരായ നമ്മുടെ വ്യക്തിപരമായ പോരാട്ടത്തെക്കുറിച്ച് സംസാരിക്കുവാൻ യേശുവിനെ നയിക്കുന്ന വചനഭാഗമാണ്. നിന്റെ കൈ നിനക്ക് പാപം വരുത്തിയാൽ അഥവാ പാപഹേതുവാകിയാൽ അത് വെട്ടിക്കളയുക. 2 കൈകളുമായി നരകത്തിലേക്ക് കെടാത്ത അഗ്നിയിലേക്ക് പോകുന്നതിനേക്കാൾ വികലാംഗനായ ജീവിതത്തിൽ പ്രവേശിക്കുന്നതാണ് നിനക്ക് നല്ലത്. നിന്റെ കാലും നിന്റെ കണ്ണും ഒക്കെയും അപ്രകാരം തന്നെയാണ്. യേശു 3 തവണയാണ് സമാനമായ ഈ പ്രസ്താവന നടത്തുന്നത്. അത് യേശുവിൻ്റെ ആശയത്തെ കൂടുതൽ ഊന്നി പറയുന്നു. പാപത്തിനെതിരെ നാം നടത്തേണ്ട പോരാട്ടത്തിൻ്റെ ഗൗരവം അത് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊരർത്ഥത്തിൽ കർത്താവ് പറയുന്നത്, ശരീരത്തിൻ്റെ വൈകല്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സമല്ല. ആത്മാവിൻ്റെ കുറവും വൈകല്യവും അത് നിന്നെ നിത്യനരകത്തിലേക്ക് തള്ളിയിടും എന്ന് കർത്താവ് നമ്മെ സൂചിപ്പിക്കുകയാണ്. നീ ശരീരത്തിന് വേണ്ടിയാണോ ആത്മാവിന് വേണ്ടിയാണോ ഈ ക്രിസ്തു ബന്ധം പുലർത്തുന്നത്? പാപത്തിനെതിരെയുള്ള യുദ്ധത്തിൻ്റെ ബോധ്യത്തിലേക്ക് നാം കടന്നു വരണമെങ്കിൽ പാപം എവിടെ തുടങ്ങുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറയും: പാപം നമ്മുടെ ഹൃദയത്തിൽ തുടങ്ങുന്നു എന്ന്. നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങളാലാണ് അത് ആരംഭിക്കുന്നത് എന്ന് പറയുന്നു. പാപം ഉത്ഭവിക്കുന്നതും പാപത്തെ അറിയാത്തതും പാപം ചെയ്തിട്ടും പാപത്തെ തിരിച്ചറിയാത്തതുമാണ് നമ്മുടെയും എക്കാലത്തെയും ഉള്ള ഏറ്റവും വലിയ അപകടവും ദുരന്തവും. അതിനെതിരെയാണ് നാം യുദ്ധം ചെയ്യേണ്ടത്. ഒന്നാമതായി, കർത്താവ് നരകത്തെ വിലമതിക്കുന്നില്ല. രണ്ടാമതായി, യേശു നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നു. നമുക്ക് ഒരു വ്യക്തമായ തിരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാണിച്ചു തരുന്നു. 3. നിങ്ങൾ പരീക്ഷിക്കപ്പെടും. 49-ാം വാക്യത്തിൽ യേശു ഈ ചിന്ത തുടരുന്നു. പാപം ചെയ്യുന്ന എല്ലാവരും തീയിലേക്ക് വലിച്ചെറിയപ്പെടും. അതിനാൽ
പാപം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതിനെ നമ്മിൽ നിന്നും മുറിച്ച് മാറ്റേണ്ടതുണ്ട്. ശരീരത്തിൻ്റെ അഗ്നി അനുഭവത്തെക്കാളും വലുതാണ് ആത്മാവിൻ്റെ അഗ്നി അനുഭവം എന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതുവഴി. നിന്റെ ശരീരത്തിലുണ്ടാകുന്ന വേദനകൾ നിന്നെ അസഹ്യപ്പെടുത്തുന്നുവെങ്കിൽ നിന്റെ ആത്മാവിൻ്റെ വേദന അത് നിനക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് പ്രിയമുള്ളവരെ. അതിനാൽ ആത്മാവിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ശരീരത്തിലും ഈ ലോകത്തിലും ത്യാഗങ്ങൾ ഏറ്റെടുത്ത് വിശുദ്ധീകരിച്ച ദൈവത്തിൻ്റെതാകാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.